ജനുവരി 26 വിശുദ്ധ തിമോത്തിയും വിശുദ്ധ ടൈറ്റസും. വിശുദ്ധ തിമോത്തി പൗലോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറച്ച സഹകാരിയുമായിരുന്നു. അപ്പസ്തോലൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പൗലോസ് ലിസ്ത്രയെ വീണ്ടും സന്ദർശിച്ചപ്പോൾ തിമോത്തി വളരെ ചെറുപ്പമായിരുന്നുവെങ്കിലും ഒരു സഹപ്രവർത്തകനും കൂട്ടാളിയുമായി അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അതിനുശേഷം അച്ഛനും മകനും തമ്മിലുള്ളതുപോലെ ഏറ്റവും അടുത്ത ബന്ധം അവർക്കിടയിൽ നിലനിന്നിരുന്നു. വിശുദ്ധ പൗലോസ് അവനെ തൻ്റെ പ്രിയപ്പെട്ട കുട്ടി എന്ന് വിളിക്കുന്നു. ദയാപുരസ്സരം, നിസ്സാർത്ഥൻ, വിവേകം, തീഷ്ണത എന്നിവയുള്ള അദ്ദേഹം പൗലോസിന് വലിയ ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് പിന്നീടുള്ള വർഷങ്ങളിലെ കഷ്ടപ്പാടുകളിൽ. എല്ലാ പ്രധാന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെയും സ്ഥാപനത്തിൽ അദ്ദേഹം അപ്പസ്തോലിനെ സഹായിക്കുകയും അത്യധികം പ്രാധാന്യമുള്ള ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. പൗലോസിൻ്റെ ആദ്യ റോമൻ തടവറയിൽ തിമോത്തിയും ഒപ്പമുണ്ടായിരുന്നു. പൗലോസ് തൻ്റെ ആത്മത്യാഗിയായ സഹചാരിയെ എഫേസോസിലെ ബിഷപ്പാക്കി. എന്നാൽ യജമാനൻ അവശേഷിപ്പിച്ച ഏറ്റവും മികച്ച സ്മാരകം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള 2 കാനോനിക ലേഖനങ്ങളാണ്. വിശുദ്ധ പൗലോസിൻ്റെ ഹൃദയം തിമോത്തിയേക്കാൾ നന്നായി മനസ്സിലാക്കിയ മറ്റാരുമില്ല. കൂടുതൽ സഹാനുഭൂതിയുള്ള ആരും ഉണ്ടായിരുന്നില്ല. വിശുദ്ധ പോൾ തൻ്റെ ശിഷ്യൻ്റെ വാത്സല്യത്തിന് പ്രത്യുപകാരം ചെയ്തു. തിമോത്തിയോസിന് അദ്ദേഹം എഴുതിയ 2 ലേഖനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പൈതൃകം. വിശുദ്ധ ടൈറ്റസ് വിശുദ്ധ പൗലോസിൻ്റെ ഏറ്റവും വിശിഷ്ട ശിഷ്യന്മാരിൽ ഒരാളായി തീർന്നു. അദ്ദേഹത്തിൻ്റെ നിരവധി മിഷണറി യാത്രകളിൽ അദ്ദേഹം അപ്പസ്തോലിനെ അനുഗമിക്കുകയും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം വിശുദ്ധ പോളിനൊപ്പം ക്രീറ്റ് ദ്വീപിലെത്തി. അവിടെ അദ്ദേഹത്തെ ബിഷപ്പായി നിയമിച്ചു. ജീവിതകാലം മുഴുവൻ കന്യകാത്വത്തിൽ ജീവിച്ച അദ്ദേഹം 94-ാം വയസ്സിൽ സ്വാഭാവികമായി മരണപ്പെട്ടതായി പാരമ്പര്യം പറയുന്നു.